It's me Marina Javi. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നല്ല അടിപൊളി സ്മെല്ലും നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ സാധാരണ വ്യത്യസ്തമായിട്ട് ഈ ഫ്രൈഡ് റൈസിന് പൈനാപ്പിളിൻ്റെ ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റും കുറച്ചധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്ന ഒരു ഫ്രൈഡ് റൈസ് ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ വേഗം നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു പകുതി സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ 2 പച്ചമുളകും കൂടെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ സവാള വഴന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറി ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയി വന്നാൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് സവാള ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് സവാളയായിട്ട് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കൂടുതൽ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ക്യാരറ്റും കൂടി കൂട്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിട്ട് 1 കപ്പ് ബസ്മതി റൈസ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 20 മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് ഉപ്പിട്ട് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് ചൂടാറ്റി ബസ്മതി റൈസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.